നമസ്കാരം. നമ്മൾ പൂരത്തെക്കുറിച്ച്, തൃശ്ശൂർ പൂരം അറിയാത്ത കുറേ കഥകളുണ്ട്. എന്ന് വെച്ചാൽ ഈ പറയണ പോലെ 228ാമത്തെ തൃശ്ശൂർ പൂരം അത് പറയണമെങ്കിൽ കുറുപ്പാൾ മാഷ് വേണം, ശ്രീവത്സ മാഷ് വേണം. അച്ഛൻ്റെ പേര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മദൻ സാറിന് ഇതിലൊരു ബന്ധമുണ്ട്. മദൻ സാറിൻ്റെ ടീച്ചറാണ് അല്ലെങ്കിൽ HM ആണ് കുറുപ്പാൾ മാഷായിരുന്നു. തൃശ്ശൂരിനെ കുറിച്ച് പറയുമ്പോൾ അതാ പറയണേ രാധാകൃഷ്ണ, തൃശ്ശൂരിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം കുറുപ്പാൾ മാഷെ കുറിച്ച് പറയണം. കുറുപ്പാൾ മാഷെ കുറിച്ച് പറയുമ്പോൾ മോഡൽ ബോയ്സിനെ കുറിച്ച് പറയണം. തൃശ്ശൂരിന്റെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ച് പറയണം. അല്ലെ മോഡൽ ബോയ്സിൽ പഠിച്ച രണ്ടാൾക്ക് അതിന്റെ ഉത്തരം എങ്ങനെ പറയാൻ പറ്റും? ആ കാലഘട്ടത്തിൽ പോലും 450 കുട്ടികൾ പരീക്ഷ എഴുതിയിൽ 94-95% റിസൾട്ട് മേടിച്ചിരുന്ന ഒരു സ്കൂളായിരുന്നു. അല്ലേ? അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഇവിടെ വരെ എത്തിയതും ശിക്ഷണത്തിലും. ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടും ഇവരുടെ സൗഹൃദത്തിൽ ഇത്രയും വലിയ നടക്കുന്നുണ്ടെങ്കിൽ അത് മോഡൽ ബോയ്സിന്റെ ബന്ധമാണ്. അതല്ല മനസ്സിലിടയ്ക്ക് എന്നാൾ പറയാ രാധാകൃഷ്ണ 19 വയസ്സ് റിട്ടയർ ചെയ്ത് ഇപ്പോഴും സ്കൂളിലെ കഥകൾ പറഞ്ഞ് നമ്മളിരിക്കാന്ന്. അതാണ് ബന്ധം സ്കൂളിന്റെ. അതെ, ഒരു കാലത്ത് പൂരം നടത്തിയിരുന്നത് കുറുപ്പാൾ മാഷൊക്കെ നേരിട്ടാണ്, വലിയ തിക്കും നിരക്കൊന്നുമില്ലാതെ. അല്ലേ ശ്രീവത്സേട്ടാ, അത് മാഷ എങ്ങനെ ഓർമ്മയുണ്ടാവും ആ കാലം? അന്നത്തെ പൂരം ഇന്നത്തെ പോലെ താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത പൂരമായിരുന്നു. അതായത് 1964 വരെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, റിപ്പീറ്റേഷനാണ്. അതെ, ആയിക്കോട്ടെ. അടുത്ത വാശിയുടെ പൂരമായിരുന്നു. രണ്ടുപേര് തിരുവമ്പാടി മാർമേക്കാവും തമ്മിൽ. നമ്മുടെ നന്നായില്ലെങ്കിലും മറ്റുള്ളവരുടെ മുടക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അത് കേടുവരുത്തുകയും ചെയ്യുക എന്നതായിരുന്നു അന്നത്തെ കാലത്ത് അവരുടെ അജണ്ട. അച്ഛൻ തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക് പോയി തുടങ്ങിയത് തന്നെ ഒരു 1970-കൾക്ക് ശേഷമാണ്. അതുവരെ അച്ഛൻ തിരുവമ്പാടിക്ക് പോകാറില്ല. ഞാൻ ഞാൻ കൊട്ടിലി സംഘകുട്ടിമാരാർ സ്ഥാപിച്ച സ്കൂളിൽ ജോലി ചെയ്തു. അത് അച്ഛൻ പലപ്പോഴും ഒരു ഡിസ്ഗ്രേസ് ആയിട്ട് അച്ഛൻ സംസാരിക്കാറുണ്ട്. അതായത് സംഘകുട്ടിമാരാർ തിരുവമ്പാടി പാർമേക്കാവിനെ അത്ര ഉപദ്രവിച്ചിട്ടുള്ള ആളാണെന്നാണ് അച്ഛൻ്റെ വിഷമം. അതായത് ആന, പരിക്കാശ്ശേരി ആനകൾ, ക്രാങ്ങാട്ട് ആനകളൊക്കെ കസ്റ്റോഡിയൻ സംഘകുട്ടിമാരായിരുന്നു. പലതരത്തിൽ സംഘകുട്ടിമാരൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നു. കാരണം കൊട്ടിലി സംഘകുട്ടിമാരാർ എന്ന മഹാനുഭാവൻ, അദ്ദേഹത്തിന് ഞാൻ എപ്പോഴും സ്നേഹത്തോടെയും എന്താ പറയുക ബഹുമാനത്തോടെയും മാത്രമേ സ്മരിക്കുള്ളൂ. കാരണം അദ്ദേഹവുമായിട്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ വല്ലാത്ത അടുപ്പായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സംഘകുട്ടി മാമൻ എന്നാണ് പറയുക, സംഘകുട്ടി മാമനായിട്ട് വലിയ അടുപ്പായിരുന്നു. എനിക്ക് കുറേ ഫോട്ടോസ് വന്നു പൂരത്തിൻ്റെ. വിലമതിക്കാനാകാത്ത കുറേ ഫോട്ടോസ് മരിക്കുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിച്ചിട്ടാണ് സംഘകുട്ടി മാമൻ. അത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ അച്ഛൻ പറയുമ്പോൾ ഞാൻ പറയാം, അച്ഛൻ സംഘകുട്ടിമാരന്മാരെ ഇങ്ങനെ പറയരുത്. അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. നമ്മളെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആനയെ കിട്ടാൻ്റെയും പന്തലിന് കവുങ്ങ് കിട്ടാത്തൊരു കാലം നിങ്ങൾക്ക് അറിയില്ല. എല്ലാത്തിനും റേഷനിങ് ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. എല്ലാത്തിനും റേഷൻ, പലചരക്ക് കടയില്ല, അന്നത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ബുദ്ധിമുട്ടിൽ പാർമേക്കാവ് പൂരം നടത്താൻ. അന്ന് എമണ്ടന്മാരൊക്കെ തിരുവമ്പാടി ഇരുന്നു. അതായത് ജന്മികൾ, എമണ്ടന്മാരെന്ന് പറഞ്ഞാൽ ജന്മികൾ മുഴുവൻ തിരുവമ്പാടി ഇരുന്നു. കുട്ടിലിമാരാത്ത്, അതുപോലെ അമ്പലം മാരാത്ത ഏതോ പറയും, അതുപോലെ കിഴക്കേങ്ങാമത്ത്, തൊട്ടിങ്ങാമത്ത്, അങ്ങനെ എല്ലാവരും നമ്പൂതിരിമാർ മുഴുവൻ. പാർമേക്കാർ അച്ഛൻ പറയും ആകെ ഒരു തങ്കമ്മേനും പിന്നെ ഞാനും ശിവരാമേനും, വേറെ ആരും ഇല്ല പൂരം നടത്താൻ. അങ്ങനൊരു കാലം. ഫോണില്ല, ബസ്സിൽ യാത്ര ചെയ്യണം. പൂരത്തിനെ ഏൽപ്പിച്ച ആന വരുമോ എന്നറിയില്ല. തലേ ദിവസം വരെ ആന വരുമോ എന്നറിയില്ല. വിളിച്ചു ചോദിക്കാൻ പറ്റില്ല. അതിൻ്റെ സൗകര്യം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ വിളിച്ച് ചോദിച്ചാൽ അറിഞ്ഞാൽ തന്നെ ആന വരും, പുറപ്പെട്ടു എന്നൊക്കെ പറയും. ചിലപ്പോൾ പുറപ്പെട്ടത് പാർമേക്കാവിലേക്കാവില്ല, തിരുവമ്പാടിക്കായിരിക്കും. അങ്ങനെയുള്ള കഥകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പൂരങ്ങളൊക്കെ 64 2 കൂട്ടർ അവസാനിപ്പിച്ചു. അവർ സംയുക്തമായിട്ട് രണ്ട് കൂട്ടരിലും വാശി കുറഞ്ഞവർ തമ്മിൽ ഇത് ഒന്ന് ചിന്തിച്ചു. ഇനി പൂരം മുന്നോട്ട് പോകണമെങ്കിൽ ഈ രീതിയിൽ പറ്റില്ല. അവർ രണ്ട് കൂട്ടർക്ക് അത് ബോധ്യപ്പെട്ടു. എങ്കിലും അവർ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് 63 ഡിസംബർ മാസത്തിലെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നെന്ന് അച്ഛപ്പോഴും പറയും. വളരെ കഷ്ടപ്പെട്ട് അന്ന് വളരെ മാനസികമായി തയ്യാറെടുത്തിട്ടാണ് അത്ര ഒരു മീറ്റിംഗ് വന്നത്. അങ്ങനെ 63 ഡിസംബറിൽ ഒരു മീറ്റിംഗ് കൂടി. ഇനി ആനകളെ മത്സരിച്ച് ഏൽപ്പിക്കേണ്ടതില്ല. അതെ, ആനകളെ ഒരുമിച്ച് ഏൽപ്പിച്ച് പങ്കുവയ്ക്കാം. എക്സിബിഷൻ ഇതുവരെ നടന്നിരുന്ന പൂരം എക്സിബിഷനെ അത് പ്രദർശനത്തെ പേര് മാറ്റി പൂരം പ്രദർശനം എന്ന പേരിൽ അന്നത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന പ്രൊഫസർ ND ജോർജ് എന്നാണ് എനിക്ക് തോന്നുന്നത്, CC ജോർജ് അത് ഒരു ധാരണയുടെ പേരിൽ പാർമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ ഏൽപ്പിച്ചു. അത് തൃശ്ശൂർ പൂരത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ പൂരം സ്ട്രെയിൻ ഇല്ലാണ്ട് എങ്കിലും ആനയെ പങ്കിട്ടെടുക്കുന്ന മീറ്റിങ്ങുകളിലും ആദ്യത്തെ കുറേ കാലം വഴക്കായിരുന്നു. അതിന് ഒരു ശാസ്ത്രീയമായ രീതി ഉണ്ടായിരുന്നില്ല. ആദ്യം ഒരു കൂട്ടരൊരു ആന എടുക്കും. അപ്പോൾ പാർമേക്കാവർ പറയും ഞങ്ങൾക്ക് ആ ആന നല്ല ആനയെ, അതിനെ പറ്റിയ ആന ഇവിടെ ബാക്കിയില്ല, അങ്ങനെ വഴക്ക്. പിന്നെ പുല്ലാട്ട് സേതുമാധവൻ 1971 പറഞ്ഞു ഇങ്ങനൊരു വഴക്ക് വേണ്ട, മൊത്തം നമ്മൾ 35 ആന ഏൽപ്പിക്കുക, 2 ലിസ്റ്റ് ഉണ്ടാക്കുക.
17 34 ആന, അതിലൊരു വിഭാഗം ലിസ്റ്റ് തയ്യാറാക്കുക, അപരർ മറ്റേ കൂട്ടരെ ലിസ്റ്റ് എടുക്കുക. അത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് യോഗം ഇപ്പോഴും അത് തുടരുകയാണ്. ഇപ്പോഴത് തുടരുകയാണ്. ഇപ്പോൾ അത് എന്നാലും ചെറിയ കുത്തിരിപ്പൊക്കെ ഉണ്ട്. അല്ലാതെ മനുഷ്യരല്ലേ, മനുഷ്യരുള്ളിടത്തോളം കാലം കുത്തിരിപ്പുണ്ടാവും. ആന കിട്ടാത്തതിൻ്റെയും ആനയുടെ നിയമ തടസ്സങ്ങളും. ഇത് പൂരം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞ് അവസാനിക്കാത്ത, എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ സിരകളിൽ ഓടുന്ന മുഴുവൻ പൂരമാണ്. അതുകൊണ്ട് എനിക്ക് പൂരത്തെ അങ്ങനെ ഒരു വാക്കിലൊന്നും പറഞ്ഞ് നിർത്താൻ പറ്റില്ല. ഞാൻ ബിജുവിനോട് പറഞ്ഞു പിന്നെ ഒരു സിരിക്കാം. അതെ, ഇതിന്റെ ഇടയിൽ നമ്മൾ വിശേഷമായിട്ടുള്ള കഥകൾ കൂടി വരാം. രാധാകൃഷ്ണനായിട്ടുണ്ടാവും കൂടെ. പൂരമായി ബന്ധപ്പെട്ട ഓരോ ആളെ കുറിച്ചൊരു കഥയാണ്. എൻ്റെ അടുത്തൊരു കഥയാണ്, പെരുമനം കുട്ടന്മാരുടെ അടുത്തൊരു കഥയാണ്. ആ കഥകളുമായിട്ട് പിന്നീട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു പൂരക്കാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞങ്ങൾ രാധാകൃഷ്ണനുണ്ട്, മദൻ സാറുണ്ട്, ശ്രീവത്സ മാഷുണ്ട്, ഞാൻ ബിജു പവിത്ര. എല്ലാവർക്കും നന്ദി. മണികണ്ഠൻ ആൽത്തറയിൽ നിന്ന്.